ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ക്യാഷുകാരനെ ഞാൻ എൻ്റെ സ്വന്തം ശരീരം കൊടുത്ത് വളർച്ച കഥയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ കഥയിലൂടെ കിടക്കാം. ഞാനാണെങ്കിൽ നല്ല വെളിച്ചെണ്ണയ്ക്ക് തലയിൽ നല്ല രീതിയിൽ പരട്ടി നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നേരെ കഥയിലൂടെ കിടക്കാം. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് രണ്ട് കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിവാഹം നല്ല രീതിയിൽ കഴിക്കണം. മാത്രമല്ല, ഞാൻ കല്യാണം കഴിക്കുന്ന പയ്യൻ എന്ന് പറയുന്നത് കോടീശ്വരനായിരിക്കണം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ കോടീശ്വരനായ ഒരു പയ്യനെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടില്ലൂ. അത് എങ്ങനെയാണെന്ന് എനിക്കറിയണ്ട. നീ എങ്ങനെയെങ്കിലും അവനെ വളർക്കണം. അത് നിന്റെ മെടുക്ക് പോലെ. എങ്ങനെയെന്ന് വെച്ചാൽ നിന്റെ സൗന്ദര്യത്തിലോ. അങ്ങനെ ഞാൻ അച്ഛനോട് ചോദിച്ചു, വളർക്കാനൊക്കെ ഞാൻ റെഡിയാണ്, പക്ഷെ പയ്യനാര്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനിവിടെ ബോംബെയിൽ പണിയെടുക്കുന്നിടത്ത് ഒരു പയ്യനുണ്ട്. അവൻ അങ്ങനെയൊന്നും വളയാൻ ചാൻസ് ഇല്ല. കാരണം അവന് കുറേ പെൺകുട്ടികളുണ്ട്. അതായത് അവൻ ഇവിടെ കുറേ രീതിയിലുള്ള പെൺകുട്ടികൾ അവളുടെ സുഹൃത്തായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ മോള് നന്നായി ഒന്ന് അതായത് കുറച്ചും കൂടെ മെനക്കെട്ടാം, നിനക്ക് അവനെ സ്വന്തമാക്കാം. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ ഒരു 7 മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും നീ ആകെ മാറണം. അന്ന് മുതൽ ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. ഡെയിലി നല്ല രീതിയിൽ വർക്കൗട്ടും അവൻ്റെ എല്ലാ കെട്ടും ഞാൻ വലുതാക്കുകയാണ്. അതായത് അവൻ എന്നെ കണ്ട ഉടനെ വീണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മുടി ഞാൻ നേരെ നോക്കാൻ തുടങ്ങി. എൻ്റെ സൗന്ദര്യം, എൻ്റെ ശരീരം എന്ന് പറയുന്നത് മുഴുവനും വെളുത്തിട്ടാണ്, എൻ്റെ മുഖായാലും ഒക്കെ തന്നെ. അതുകൊണ്ട് എൻ്റെ നിറത്തിൽ അവൻ ഒരിക്കലും കുറ്റബോധം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അമ്മാതിരി അടിപൊളി കളറാണ്. അതുകൊണ്ട് എനിക്ക് ഒന്ന് മുടി മിനുക്കണം, പിരികായാലും നമ്മുടെ ഐബ്രോ ആയാലും ചുണ്ടായാലും ഒക്കെ തന്നെ ഞാൻ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ എനിക്ക് അതിന് വേണ്ടി ക്യാഷും അയക്കാറുണ്ടായിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്ക് ശേഷമാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ചൊരു ഇടാമുക്കിലിട്ട് പെട്ടത്. അതുകൊണ്ട് തന്നെ അച്ഛൻ അവനോട് പറയുകയാണ്, അതായത് എനിക്കൊരു നാട്ടിൽ സുന്ദരിയായ മകളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം എന്നെനിക്ക് വലിയ ആഗ്രഹമാണ്. നീ എൻ്റെ മരുമകനായിട്ട് കിട്ടുന്നത് എനിക്കൊരു താല്പര്യമാണ്. അതുകൊണ്ട് മോൻ ഇതിൽ നോ എന്ന് പറയരുത്. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് ആരില്ലാത്ത ടൈം എന്നെ കയറ്റിയതും ഞാൻ ഈ നിലയിൽ എത്താനുള്ള കാരണവും ഇവിടുത്തെ ആദ്യം ഞാൻ ജോലി ചെയ്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണ് ഞാൻ ഈ നാട്ടിലെ തന്നെ വലിയ കോടീശ്വരനായത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്യാൻ സംതൃപ്തനാണ്. അതായത് ഞാൻ ആദ്യം മകളെ ഒന്ന് കാണട്ടെ. എനിക്ക് മകളെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അച്ഛനെ പോലെ തന്നെ ഞാൻ അച്ഛനെയും കാണുന്നതായിരിക്കും. അതായത് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവളെ വിവാഹം കഴിക്കും. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇനി എൻ്റെ കൈകളിലായിരിക്കും എന്നൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെ 6-7 മാസം കഴിഞ്ഞ് അവൻ എന്നെ കാണാൻ വരുന്നേരം ഞാൻ ഈ സാധാരണ പെൺകുട്ടികളെ പോലെ സാരിയൊന്നും എടുത്തിട്ടായിരുന്നില്ല ഉണ്ടായിരുന്നത്. നല്ല ഷോർട്ട് ഡ്രസ്സും ടൈറ്റ് പാൻറ്റൊക്കെ ഇട്ട് ഞാൻ നല്ല ഇവിടെ ലൂസുള്ള ഒരു ഡ്രസ്സായിരുന്നു. അതായത് അവൻ എന്നെ കാണുന്നേരം തന്നെ ഞാൻ അവൻ്റെ ഫ്രണ്ടിൽ, അവൻ അവിടെ സോഫയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ വീൽ ചെയറിലായിരുന്നു. അവൻ്റെ അച്ഛനും മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിൽ കുനിഞ്ഞ് ഞാൻ എൻ്റെ ഒക്കെ കാണിച്ച് അവന് ഞാൻ എൻ്റെ ചായ കൊടുക്കുകയാണ്. ആ ഫസ്റ്റ് സൈറ്റിൽ തന്നെ അവൻ എന്നെ ഇഷ്ടപ്പെട്ട് കാണും. കാരണം അവന് അപ്പം തന്നെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇവളോടൊന്ന് തനിച്ച് സംസാരിക്കണം. അങ്ങനെ എൻ്റെ റൂമിൽ വന്ന് അവൻ എൻ്റെ അടുത്ത് നിന്ന് എന്നോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, നിന്റെ ഈ മണവും നിന്റെ ഈ രുചിയും നിന്റെ ഈ പാറുന്ന മുടികളും ഒക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ മുഴുവനും പോവുകയാണ്. എൻ്റെ നെറ്റി മുതൽ കാലിൻ്റെ ചുണ്ടവരൽ വരെ ധരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നിൽക്കാതെ എൻ്റെ മുഴുവൻ ശരീരഭാഗവും നിന്ന് ചലിക്കുകയാണ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. എനിക്ക് നിന്നെ നല്ല നല്ല രീതിയിൽ ഇഷ്ടമായി. അച്ഛൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ നിന്നെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കെന്തായാലും നിന്നോട് താല്പര്യം തോന്നി. ആദ്യം ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, ആദ്യം കുട്ടികൾ പിന്നെ വേണം വിവാഹം എന്നൊക്കെയായിരുന്നു അവൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത്. അതേപോലെ അവൻ പറയുന്നത് പോലെ ഞാൻ ആദ്യം തന്നെ അവനൊരു കുഞ്ഞിനെ കൊടുത്തു. പിന്നീടായിരുന്നു വിവാഹം. അതിൻ്റെ ഇടെ എൻ്റെ അച്ഛന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കടകളൊക്കെ ഞാൻ ഇവൻ്റെ കയ്യിൽ നിന്നും എടുത്ത ക്യാഷിൽ നിന്നും ഞാൻ വീട്ടിട്ടുണ്ടായിരുന്നു. ഇവനെ കിട്ടിയതോടെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സ്വർഗമായിരുന്നു. കാരണം ഇവൻ്റെ എല്ലാം തന്നെ വലിയ നീളമുള്ളതായിരുന്നു. നല്ല നീളവും നല്ല തടിയും അത്യാവശ്യത്തിന് എനിക്ക് സ്വർഗം കാണിക്കാൻ പറ്റിയ എല്ലാ സാധനമായിരുന്നു അവൻ്റെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് നല്ല സുഖവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പർ എന്തിനാന്ന് വെച്ചാൽ
നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അതിലെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രമേ പറ്റൂ. എനിക്ക് സാധാ കോളോ വാട്സപ്പ് കോളോ ചെയ്താൽ എനിക്ക് നിങ്ങളുടെ കോളും കാണാൻ പറ്റില്ല, നിങ്ങളെ വാട്സപ്പ് കോളും കാണാൻ പറ്റില്ല. വാട്സപ്പിൽ ഹേ എന്നുള്ള ഒരു മെസ്സേജ് ഇട്ടാൽ മാത്രമേ അതെനിക്ക് കിട്ടത്തുള്ളൂ. അതിപ്പോൾ നിങ്ങളെല്ലാവരും അറിയണം. കാരണം എനിക്ക് കുറേ നോർമൽ കോൾ വരുന്നുണ്ട്, കുറേ വാട്സപ്പ് കോൾ വരുന്നുണ്ട്. എനിക്കതൊന്നും കാണാൻ പറ്റില്ല. അഥവാ കോൾ വരും, പക്ഷെ അതൊന്നും ഞാൻ ശ്രദ്ധിക്കത്തില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രമേ എനിക്ക് റിപ്ലൈ തരാൻ പറ്റും. ബാക്കിയൊന്നും എൻ്റെ കയ്യിലല്ല ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങളെ ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവരും നല്ല സുഖത്തിലായിരിക്കും കിടന്നുറങ്ങുക. അതുപോലുള്ള അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി മുതൽ രാത്രി 11 മണിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.